ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെസസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു സ്കാനാണ്. അതായത് നമ്മുടെ വിൻഡോസ് 7 മെഷീൻ സ്കാൻ ചെയ്യാൻ പോവുകയാണ് നെസസ് ടൂൾ ഉപയോഗിച്ച്. അപ്പോൾ നെസസ് ടൂൾ എന്താണെന്ന് അറിയാത്തവർക്കെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നെസസ് സ്കാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ടൂൾ നമ്മുടെ ലിനക്സ് മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അങ്ങനെ സകല കാര്യങ്ങളും കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വിൻഡോസ് മെഷീൻസ് ഓൺ ആക്കണം. ഇവിടെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IP റിസോഴ്സ് നോക്കിയിട്ടുണ്ട്. 192.168.1.10 ആണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷീൻ ഞാൻ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടേ ഇല്ല, വിൻഡോസ് 7 മെഷീൻ. അതുകൂടാതെ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ഞാനൊരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തു, വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്തു, എൻ്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തു, അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ അൺഅപ്ഡേറ്റഡ് വേർഷനായ വിൻഡോസിൽ എന്തൊക്കെ വൾണറബിലിറ്റീസ് നമ്മുടെ നെസസ് ടൂളിന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു സ്കാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ന്യൂ സ്കാൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബേസിക് നെറ്റ്വർക്ക് സ്കാൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിൻഡോസ് 7 ആണ്. അപ്പോൾ വിൻഡോസ് 7 എന്ന് തന്നെ പേര് കൊടുക്കാം. അതേപോലെ തന്നെ ഫോൾഡർ അത് തന്നെയാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ് ആണ്. അത് എത്രയാണ് വിൻഡോസിൻ്റെ കാണാം, 192.168.1.10 ആണ്. അപ്പോൾ അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം, 192.168.1.10. ഓക്കെ, അടുത്തത് നമ്മുടെ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻ മെയിലായിട്ട് ലഭിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഡിസ്കവറി നമുക്ക് പോർട്ട് സ്കാൻ, നമുക്ക് ഓൾ പോർട്ട് കൊടുക്കാം. എല്ലാ പോർട്ടും സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റസ്പ്ലോറ്റബിളിനും ഇതേ സെയിം ഓപ്ഷനാണ് യൂസ് ചെയ്തത്. അതേ സെയിം ഓപ്ഷൻ തന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് അസസ്മെൻറ്റ്, അത് സ്കാൻ ടൈപ്പാണ് ചോദിക്കുന്നത്. അത് നമുക്ക് നോൺ ആയിട്ടുള്ള വെബ് വൾണറബിലിറ്റി സ്കാൻ ചെയ്യാൻ സ്പെസിഫൈ ചെയ്യാം. അതേപോലെ റിപ്പോർട്ട് ഒന്നും ചെയ്യേണ്ട, ഡിഫോൾട്ടായിട്ട് തന്നെ അഡ്വാൻസ് നമുക്ക് ഇവിടെ ഡിഫോൾട്ട് കൊടുക്കാം, സേവ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്കാൻ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ലോഞ്ച് ആയിട്ടില്ല. നമുക്ക് കാണാം, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത മെറ്റസ്പ്ലോറ്റബിളിൻ്റെ സ്കാൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കയറി അനലൈസ് ചെയ്യാം. ഇപ്പോൾ വിൻഡോസ് 7 നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലോഞ്ച് ചെയ്യാൻ ഓപ്ഷൻ കാണാം, അത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് കാണാം, ഇവിടെ റണ്ണിങ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം റണ്ണിങ്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം, ഹിസ്റ്ററി വരുന്നുണ്ട്. റൺ ആവുന്നതേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ നമ്മൾ എൻ്റെ വിൻഡോസ് 7 മെഷീൻ എന്ന് പറയുന്നത് ഒരു അൺഅപ്ഡേറ്റഡ് വേർഷനാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ വൾണറബിലിറ്റീസും ധാരാളം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്യുവർ വിൻഡോസ് 7 മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാൻ ഇനി കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഹോസ്റ്റ് വന്നിട്ടുണ്ട്, 0% കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഈ സ്കാൻ കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം, ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കണ്ടുപിടിച്ച വൾണറബിലിറ്റീസ് ഒന്ന് നോക്കാം. 2 ക്രിട്ടിക്കൽ വൾണറബിലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഹൈ, ഒരു മീഡിയം, പിന്നെ 42 ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ഈ ക്രിട്ടിക്കൽ വൾണറബിലിറ്റി ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ മിക്സഡ് ആയിട്ട് 2 വൾണറബിലിറ്റി ഉണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ എന്തോ ഒരു ഇഷ്യൂ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഈ കാറ്റഗറിയിൽ 2 ക്രിട്ടിക്കൽ, ഒരു ഹൈ ആണ്. നോക്കാം, ക്രിട്ടിക്കൽ ഫസ്റ്റ് നോക്കാം. എന്ന് പറയുന്നത് വൾണറബിലിറ്റി ഇൻ DNS റെസൊല്യൂഷൻ കുഡ് അലോ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്നുള്ളത് വളരെ ഹൈ ക്രിട്ടിക്കൽ വൾണറബിലിറ്റിയാണ്. അപ്പോൾ ഒരു അറ്റാക്കറിന് ഒരു സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോൾ തന്നെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വൾണറബിലിറ്റിയാണ് ഈ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ മെഷീനിൽ പോസിബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ ഓൾസോ പറയുന്നുണ്ട്. ഈ പർട്ടിക്കുലർ വൾണറബിലിറ്റിക്ക് അവർ തന്നെ പാച്ച് ഇറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ വിൻഡോസ് വേർഷൻ ഔട്ട്ഡേറ്റഡ് വേർഷൻ ആയതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ വൾണറബിലിറ്റി ഇപ്പോഴും ആ വിൻഡോസ് സിസ്റ്റത്തിലുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വൾണറബിലിറ്റി ഉണ്ട്, ക്രിട്ടിക്കലാണ്. അത് നോക്കാം. അൺസപ്പോർട്ടഡ് വിൻഡോസ് OS, അതായത് നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് വന്ന വൾണറബിലിറ്റിയാണിത്. വിൻഡോസ് സേസ് മിസ്സിംഗ് എ സർവീസ് പാക്ക് ഓർ ഈസ് നോ ലോങ്ങർ സപ്പോർട്ടഡ്. ഇറ്റ് ഈസ് ലൈക്ലി ടു കണ്ടെയ്ൻ എ സെക്യൂരിറ്റി വൾണറബിലിറ്റി. അതായത് നമ്മുടെ ഔട്ട്ഡേറ്റഡ് വേർഷനാണ്, അതുകൊണ്ട് തന്നെ വൾണറബിലിറ്റി ഉണ്ടാവും. പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് മെറ്റസ്പ്ലോയിറ്റ് അറ്റാക്ക് ചെയ്തത്. മെറ്റസ്പ്ലോയിറ്റ് എന്താണ്? നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വൾണറബിലിറ്റി ഉള്ള ഒരു മെഷീനാണ്. പക്ഷേ വിൻഡോസിൻ്റെ കേസ് അങ്ങനെയല്ല. വിൻഡോസ് 7 എന്നുള്ളത് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. പലരും അവരുടെ വിൻഡോസ് മെഷീനൊന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ കേസിൽ ഒരു റിയൽ ലൈഫിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും ഈ വിൻഡോസ് 7 മെഷീൻ ആണെങ്കിൽ ഈ വൾണറബിലിറ്റി എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആണെങ്കിൽ ഈ പർട്ടിക്കുലർ വൾണറബിലിറ്റിയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലോയിറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു വിൻഡോസ് 7 മെഷീൻ ഉപയോഗിക്കുന്ന ഒരാളുടെ മെഷീൻ നമുക്ക് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ കഴിയുമല്ലേ? അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും അവരുടെ വിൻഡോസ് മെഷീനും ഏത് സിസ്റ്റം ആയാലും അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോവുക. സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ ഒട്ടും തന്നെ മിസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് കാണാം, ഇവിടെ ഔട്ട്ഡേറ്റഡ് വേർഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ പർട്ടിക്കുലർ ക്രിട്ടിക്കൽ വൾണറബിലിറ്റി സിസ്റ്റം കിട്ടിയത്. കണ്ടോ? അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ വിൻഡോസ് 7 മെഷീൻ ഉപയോഗിക്കുന്ന ഒരാളുടെ നെറ്റ്വർക്കിൽ ഒരു അറ്റാക്കറിന് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാളൊരു ഹാക്കർ ആണെങ്കിൽ അയാളുടെ മെഷീൻ ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ഔട്ട്ഡേറ്റഡ് വേർഷൻ ആണെങ്കിൽ. നമുക്ക് വേറൊരു ഹൈ വൾണറബിലിറ്റി നോക്കാം. സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫോർ വിൻഡോസ് SMB സെർവർ എറ്റേണൽ ബ്ലൂ. എറ്റേണൽ ബ്ലൂ എന്നത് വിൻഡോസിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വൾണറബിലിറ്റി ആയിരുന്നു. ഈ ഒരു വൾണറബിലിറ്റി വഴിയും നമുക്ക് റിമോട്ടായിട്ട് ആ വിക്ടിമിൻ്റെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെസസ് ടൂള് വിൻഡോസ് മെഷീനിൽ നിന്ന് കണ്ടുപിടിച്ച വൾണറബിലിറ്റീസ്. ബാക്കിയെല്ലാം ഇൻഫർമേഷനാണ്, അത്ര ഇമ്പാക്റ്റ് ഉള്ളതല്ല. ഇത് മൂന്നുമായിട്ട് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് കാറ്റഗറി നമുക്ക് മിക്സഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് മീഡിയമും ഇൻഫർമേഷനുമാണ്, അത് അത്രയും ഇമ്പാക്റ്റ് അല്ല. നമ്മൾ ആദ്യം കണ്ടതാണ് മെയിൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൾണറബിലിറ്റി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഞാനിവിടെ ചെയ്ത വിൻഡോസ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് വേർഷൻ ആയിരുന്നു, ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്ത വേർഷൻ ആയിരുന്നു. പലരും അവരുടെ മെഷീൻ അപ്ഡേറ്റ് ചെയ്യാറില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് അപ്ഡേറ്റുകൾ പലരും ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് അതിൽ വൾണറബിലിറ്റി ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ആ വൾണറബിലിറ്റി വഴി ഒരു അറ്റാക്കറിനെ ഹാക്ക് ചെയ്ത് കയറാനും സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെസസ് ടൂളും കവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വൾണറബിലിറ്റി അനാലിസിസ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് 3 ടൂളുകളെ കുറിച്ചാണ് പഠിച്ചത്. എൻമാപ്പ് സ്ക്രിപ്റ്റ്, സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂള്, മാനുവലായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡ്, അതോടൊപ്പം തന്നെ നെസസ് ടൂൾ ഉപയോഗിച്ച് വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഈ സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, അതായത് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അടുത്ത് കയറാൻ പോകുന്നത് എക്സ്പ്ലോയിറ്റേഷനിലേക്കാണ്. അപ്പോൾ നമുക്കിനി എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.